ഡേ 3 ഓഫ് മൈസൂർ സീരീസ്. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഈ ബിസ്ക്കറ്റ് ആയിരുന്നു കഴിച്ചത്. അത്രയ്ക്കും വിശപ്പുണ്ടായിരുന്നു. പെട്ടെന്നൊക്കെ റെഡി ആയിട്ട് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യുവാണ്. ഞങ്ങളുടെ ചെക്ക് ഔട്ട് ടൈം എന്ന് പറയുന്നത് 11 ആയിരുന്നു. അപ്പോൾ 11 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തപ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് ദേവരാജ മാർക്കറ്റിലോട്ടാണ്. ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ചെറിയൊരു ഷോപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊന്നുമല്ല, സ്വീറ്റ് ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഞങ്ങളൊരു കട നോക്കി, ഒരു കടയല്ല, ഒരു സ്വീറ്റ് ഷോപ്പ് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ ഈ പോക്ക്. ബാഗൊന്നും ഇപ്പോൾ എടുക്കണില്ല. ഞങ്ങൾ മാർക്കറ്റിലൊക്കെ പോയിട്ട് പിന്നെ ഒരു സ്ഥലത്തും കൂടെ പോകാനുണ്ട്. അവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് എടുക്കും. ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോയി. ബസ്സിന് പോകുന്നതാണ് ഇവിടെ കുറച്ചും കൂടെ നല്ലത്. ലൈക്ക് നമ്മൾ പൈസ കുറച്ച് കുറയ്ക്കാനാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുവാണെങ്കിൽ ബസ്സിന് പോകുന്നതാണ് നല്ലത്. അങ്ങനെ ബസ്സിനൊക്കെ കയറിയിട്ട് ഞങ്ങൾ നേരെ സിറ്റി ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. പോണ വഴിക്ക് ഫുള്ള് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് കാണാനുണ്ടായിരുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പഴയ ഒരു മോഡൽ സംഭവങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഫുൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് ഞങ്ങൾക്ക് ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ ദേവരാജ മാർക്കറ്റിലോട്ട്. ദേവരാജ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു വലിയൊരു മാർക്കറ്റാണ്. അവിടെ എല്ലാം കിട്ടും. പോണ വഴിക്ക് ഇങ്ങനെ കുറച്ച് പൂവും മുല്ലപ്പൂവും ഫ്രൂട്ട്സും പിന്നെ ജിലേബിയും അങ്ങനെയൊക്കെ വിൽക്കണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊന്നും മേടിച്ചില്ല. ഞങ്ങൾ നേരെ പോകേണ്ടത് നമ്മുടെ മെയിൻ സ്ഥലത്തോട്ടാണല്ലോ. എവിടെയാണ്? ആ സ്വീറ്റ് ഷോപ്പിലോട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. അങ്ങനെ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഗുരു സ്വീറ്റ്സിലോട്ടാണ്. അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും പണ്ട് തൊട്ടേ ഈ മൈസൂർ പാക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ്സ് കിട്ടിയതും പിന്നെ കൂടുതലും ഇൻസ്റ്റയിലൊക്കെ റീൽസൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇതിലാണ് കൂടുതൽ റിവ്യൂസ് ഒക്കെ ഉള്ളത്. പിന്നെ പണ്ട് തൊട്ടേയുള്ള ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് തന്നെ സ്വീറ്റ്സ് ഒക്കെ മേടിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് പൂവൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി A to Bയിൽ. ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രഞ്ച് കഴിക്കാനാണ് പോയത്. ഞങ്ങൾ മസാല ദോശ കഴിക്കാനാണ് പോയത്. പക്ഷെ മസാല ദോശ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വെജ് ബിരിയാണിയാണ് മേടിച്ചത്. അയ്യോ, അടിപൊളിയാണ് ഗൈസ്, അടിപൊളിയായിരുന്നു. ആ മഷ്റൂം ബിരിയാണിയും പിന്നെ പനീർ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. പനീർ ടിക്ക മസാലയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും വെജ് ഫാനൊന്നുമല്ല, എന്നാലും ആ ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ കറാച്ചി ലേക്കിലോട്ടാണ് പോയത്. അപ്പോൾ ഈ ഒരു ഊബർ പിടിച്ചിട്ടല്ല പോയത്, അവിടുത്തെ ഒരു ക്യാബ് ഉണ്ടായിരുന്നു, ക്യാബ് വിളിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇയാൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട്. ഇയാളാണെങ്കിൽ കുറേ പാക്കേജ് ഒക്കെ പറയാനുണ്ടായിരുന്നു. എൻ്റെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇയാൾക്ക് മനസ്സിലാവണില്ല, ഇയാളെ ഹിന്ദി ആണെങ്കിൽ എനിക്കും മനസ്സിലാവാണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കറാച്ചി ലേക്കിലെത്തിയപ്പോഴത്തേക്കും നമ്മൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക്കും പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസും ആയതുകൊണ്ട് ഇവിടെ പേ ചെയ്തിട്ട് അവരുടെ സ്റ്റിക്കർ ഒട്ടിക്കണം. ഇത് കളയുവാണെങ്കിൽ പിന്നെ പൈസ കിട്ടത്തില്ല തിരിച്ച്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. നല്ല ഒരു ഗ്രീനറി ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമായിരുന്നു. ഫോട്ടോ ഒന്നും എടുത്തില്ല അധികം, പക്ഷെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് നേരെ ബോട്ടിങ്ങിനാണ് പോയത്. പെഡൽ ബോട്ടിംഗ് ആണ് ഞങ്ങൾ ചൂസ് ചെയ്തത് 5 പീപ്പിൾസിനുള്ളത്. ഞാനും ഭാഗ്യമായിരുന്നു പെഡൽ ബോട്ടിങ് ചവിട്ടിയത്, വണ്ടി ഓടിച്ചുകൊണ്ട് പോയത്. അതിൻ്റെ അത് ഗിയറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനുള്ള ലിവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ ചവിട്ടി ഞങ്ങളാണെങ്കിൽ ഉണ്ടല്ലോ, അവരൊരു ബൗണ്ടറി ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അതൊക്കെ ഇടിച്ച് തെറിച്ചിട്ട് അങ്ങോട്ട് പിന്നെ അവിടെ സ്റ്റക്കായി പോയി. പിന്നെ അടുത്ത ആള് വന്നിട്ടൊക്കെയാണ് ഞങ്ങൾ രക്ഷിച്ചത്. എന്നിട്ട് വീണ്ടും ഞങ്ങൾക്ക് ഒരു 10 മിനിറ്റ്സിന് 30 രൂപീസൊക്കെയാണ് പെർ ഹെഡ് ഉള്ളത്. എന്നിട്ട് ഞങ്ങൾ അവിടെ ചവിട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് വെള്ളമൊക്കെ കയറുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ഇവിടെ കുറച്ച് പീക്കോക്കൊക്കെ ഉണ്ടായിരുന്നു. വലിയൊരു സ്ഥലത്ത് എന്നാൽ അടച്ചു പൂട്ടി ഇട്ടേക്കുമായിരുന്നില്ല പീക്കോക്കിനെ. അങ്ങനെ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ നിറച്ച് പീക്കോക്കും കുറച്ച് അണ്ണന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് വീണ്ടും നടപ്പ് തുടങ്ങി. ഒരുപാട് നടക്കാനുണ്ട് ഈ കറാച്ചി ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈ കറാച്ചി ലേക്കിൻ്റെ എൻട്രി ഫീ 50 എന്തോ ആണ്. എന്നിട്ട് ഞങ്ങൾ ഈ ഒരു ടവറിലാണ് കയറിയത്. അതിൻ്റെ മുകളിൽ നിന്ന് ഈ കറാച്ചി ലേക്കിൻ്റെ ഫുള്ളും പിന്നെ ഈ ഒരു സറൗണ്ടിങ്സ് ഫുള്ളും കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുകളിലൊക്കെ പോയി അതിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഞങ്ങളുടെ വിശന്നു. അങ്ങനെ ഞങ്ങൾ ദേവരാജ മാർക്കറ്റിൽ നിന്ന് സ്ട്രോബെറീസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രോബെറീസ് ഒക്കെ ഇരുന്ന് കഴിക്കുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ വീഡിയോ എടുത്തുന്ന അപ്പം തന്നെ എൻ്റെ ഫോണിലെ ചാർജൊക്കെ തീർന്നു, വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ നേരെ സ്റ്റേയിൽ വന്നിട്ട് ഞങ്ങൾ യൂണോ ഒക്കെ കളിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോയി. നൈറ്റ് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി, സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പുറത്തോട്ട് പോയിട്ട് നേരെ മസാല ദോശ കഴിക്കാനാണ് പോയത്. വെറും 40 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
വേർത്തായിരുന്നത്. മസാല ദോശയൊക്കെ ഞങ്ങൾ പോയി റോഡിന്റെ സൈഡിലൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് ആ ഒരു വൈബൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. അതൊക്കെ ഞങ്ങൾക്ക് ലൈക്ക് അതൊന്നും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറീസ് ആയിരുന്നു. ഈ ഇത്രയും രാത്രി ആയെങ്കിലും അവിടെ ഒന്നും ആൾക്കാരുടെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. നല്ല കുറെ ആൾക്കാരുണ്ടായിരുന്നു, അവിടെ ഫുൾ ആൾക്കാരായിരുന്നു. ആ സ്ട്രീറ്റ് ഷോപ്പിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് സ്വീറ്റ് ആവാൻ വേണ്ടി ഞങ്ങൾ നേരെ അടുത്തുള്ള കടയിൽ പോയി. അവിടെ നിന്ന് ദേ ഈ 2 പേഡാസ് അല്ല 2 ഒരു വെറൈറ്റി സ്വീറ്റ്സ് ഞങ്ങൾ ഓർഡർ ചെയ്ത്. പിന്നെ ഞങ്ങൾ ദേ ഈ ഒരു ബദാം മിൽക്ക് കുടിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോയി കെബാബും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. അപ്പം അടുത്ത ഡേയിലെ വിശേഷമായിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.